ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റു തുടങ്ങുന്നു എന്നുള്ള സംഭവം കേട്ടൊരു കാലം കുറയായി. എന്നാൽ അതൊക്കെ ഹാർദിക് പാണ്ഡ്യ ടീം തിരുത്തി കുറിച്ചു പ്രാവശ്യം. 2012 ശേഷം 2012 ശേഷം ഒറ്റ IPL തുടങ്ങിയിട്ടോ മുംബൈയുടെ ആദ്യ മത്സരങ്ങളൊക്കെ തോറ്റിരിക്കുകയാണ്. ഒറ്റ കളി പോലും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല 2012 ശേഷം. പക്ഷെ അതിനെ തിരിച്ചു കുറിച്ചു, അങ്ങ് ജയിച്ചു. ആ ജയിച്ച അമ്മാതിരി ജയം തന്നെയായി. വാങ്കഡയിൽ നടന്ന മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് KKR, മുംബൈയുടെ ആദ്യത്തെ മത്സരം, KKRൻ്റെ ആദ്യത്തെ മത്സരം. മുംബൈ അങ്ങനെ അടിച്ച് തകർത്ത് ജയിച്ചു. 221 എന്നുള്ളൊരു യമണ്ടൻ പാർട്ട്ണർഷിപ്പ്, യമണ്ടൻ സ്കോറാണ് KKR മുംബൈ ഇന്ത്യൻസിന് മുമ്പിൽ വെച്ചത്. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ വളരെ നിസ്സാരമായിട്ട് മുംബൈ ഇന്ത്യൻസ് അത് മറികടന്നു. KKRന് വേണ്ടിയിട്ട് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് പടന്നയച്ചു. പിന്നെ ഫാബിയൻ അലൻ ഓപ്പണിങ്ങിൽ ഭയങ്കര നല്ലൊരു 37 റൺസ്, നല്ലൊരു ഹാൻഡി പാർട്ട്ണർഷിപ്പ് കൊടുത്തു. രഹാനെയായിരുന്നു ക്യാപ്റ്റൻ, രഹാനെയായിരുന്നു ഓപ്പണിംഗ് ഇറങ്ങിയത്. രഹാനെ ഒരു 70+ റൺസ് സ്കോർ ചെയ്തു. നല്ല ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ്. പിന്നെ രഘുവംശി 50 റൺസ് എടുത്തു. പിന്നെ നമ്മുടെ റിങ്കോ സിംഗ് അവസാനം ഒരു ഫിനിഷർ നിലയിൽ നല്ലൊരു കത്തിക്കയറി 200 റൺസിന് സ്കോർ എടുത്തു. മുംബൈ നിലയിൽ ബോളിംഗ് നോക്കുകയാണെങ്കിൽ നിരാശപ്പെട്ട പ്രകടനമായിരുന്നു ബോളിങ്ങിൽ. ആ കൂടിയിട്ട് വിചാരിക്കാത്തൊരു പേരായിരുന്നു ഷാർദുൽ താക്കൂറാണ് 3 വിക്കറ്റ് എടുത്തത്. 3 വിക്കറ്റ് ഷാർദുൽ താക്കൂറാണ്. അവസ്ഥ ആലോചിച്ച് നോക്കണം. ബുംറയ്ക്ക് വിക്കറ്റില്ല, പക്ഷേ ബുംറ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺസ് കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഒന്ന് പിശുക്കിയിട്ടുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ വലിയ പിശുക്കലല്ല. പിന്നെ വിക്കറ്റൊന്നുമില്ല ബുംറയ്ക്ക്. ബോൾട്ടിന് വിക്കറ്റൊന്നുമില്ല. ഞാൻ വിക്കറ്റ് കിട്ടുന്ന വിചാരിച്ചവർക്ക്, പക്ഷേ അവർക്ക് വിക്കറ്റൊന്നുമില്ല. എനിവേ ഷാർദുൽ താക്കൂർ 3 വിക്കറ്റായി മികച്ചു. എൻ്റെ ഒരു മാൻ ഓഫ് ദി മാച്ച് എന്തായാലും ഷാർദുൽ താക്കൂറിനെ പോകുന്നത്. കാരണം ഇമാതിരി ഫ്ലാറ്റ് വിക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാൻമാർ അടിച്ച് തകർത്തുന്ന വിക്കറ്റിൽ 3 വിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബ്രില്യൻറ്റ് മാൻ ഓഫ് ദി മാച്ച്. എൻ്റെ മാൻ ഓഫ് ദി മാച്ച് എന്തായാലും ഷാർദുൽ താക്കൂറിന് തന്നെയാണ്. എനിവേ ജയിച്ചു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മ, എക്സ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടിയൊക്കെ കാണണം. റിക്കൾട്ടൺ ഞാൻ ചോദിച്ചാൽ ഡീകോക്കിനെ ഇറക്കുന്നു ചോദിച്ചു, പക്ഷേ ഡീകോക്കിനെ ഇറക്കിയില്ല. റിക്കൾട്ടനാണ് ഇറക്കിയത്. റിക്കൾട്ടനായാലും മാതിരി അടി. റിക്കൾട്ടൻ 80 റൺസ് എടുത്തു. രോഹിത് ശർമ്മ 78 റൺസ് എടുത്തു. ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെ 130+ റൺസാണ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെ. അപ്പോൾ ആലോചിച്ച് നോക്കാമല്ലോ. പിന്നെ രോഹിത് ഔട്ടായി. പിന്നാലെ ഇറങ്ങിയ സ്കൈ ഓക്കെ മോശമില്ലാത്ത സ്കോർ ചെയ്തു. അധികം നീണ്ടുപോയില്ല സ്കോർ, ഔട്ടായി. എങ്കിലും ഡബിൾ അക്കം കടന്നിട്ടുണ്ട്. പിന്നീട് വന്ന തിലക് വർമ്മയും മോശമില്ലാത്ത സ്കോറിന് വേണ്ടി 19 റൺസ് അങ്ങോട്ട് എടുത്തു. 14 പോകുന്ന 19 റൺസ്. ഈ അവസ്ഥ അതൊക്കെ മതി, കാരണം ഓൾറെഡി ഓപ്പണേഴ്സ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യ വന്ന് ബാക്കിയുള്ളവൻ തീർത്ത് 2 4 3 4 ഒക്കെ അടിച്ച് ഹാർദിക് പാണ്ഡ്യ ആ പരിപാടി തീർത്തു. നമൻതീർ അവസാനം 5 ബോൾ ബാക്കി നിൽക്കെ ഒരു 4 അടിച്ചിട്ട് നമൻതീറാണ്ട് അവസാനിപ്പിച്ചു. എന്തായാലും വിജയത്തോടു കൂടി ഈ IPL സീസൺ തുടങ്ങാൻ പറ്റിയത് മുംബൈയുടെ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. വരും മത്സരങ്ങളിലൊക്കെ മുംബൈ ഇന്ത്യൻസിന് അതിനനുസരിച്ച് പ്രതീക്ഷിക്കാം നമുക്ക്. എന്തായാലും നല്ലൊരു ഇതന്നെയാണ്. ഇപ്പോൾ ഈ കളി പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്തതൊന്നുമല്ല. ഷാർദുൽ താക്കൂർ എന്തായാലും ഉറപ്പിച്ചു. അപ്പോൾ ദീപക് ചഹർ പിന്നെയും പുറത്തേക്കേണ്ടി വരും. ബുംറയും ബോൾട്ടും തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. റിക്കൾട്ടൻ എന്തായാലും ഓപ്പണിംഗ് ആയിട്ട് തുടരും. ഡീകോക്കിനെ തൽക്കാലം ഓപ്പണിംഗിൽ കയറ്റാൻ സാധ്യതയില്ല. വിന്നിംഗ് കോമ്പിനേഷൻ അങ്ങനെ കൊണ്ടുവരിക്കും. അല്ലെങ്കിൽ റിക്കൾട്ടനെ തുടർച്ചയായിട്ടുള്ള കളികളിൽ ഫോം ഔട്ട് ആവണം, അല്ലെങ്കിൽ പരിക്ക്. പിന്നെ സ്കൈനെ ഇറക്കിയത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ്. സ്കൈനെ ഫീൽഡിങ്ങിന് ഇറക്കിയിട്ടുണ്ടെന്നില്ല. പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബുംറേനെ മാറ്റി ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് സ്കൈനെ ഇറക്കിയത്. സ്കൈ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു സ്കൈക്ക്. സ്കൈയെ പോലെ കളിക്കാരൻ അങ്ങനെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആവേണ്ട കളിക്കാരനാണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ രോഹിത് ശർമ്മയെ ഇമ്പാക്ട് പ്ലെയറായി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് രോഹിത് ശർമ്മയെ ഇപ്പോൾ ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഫീൽഡിങ് നിർത്തിയിരുന്നു. എനിവേ നല്ലൊരു തുടക്കം, നല്ലൊരു വിജയം, കോംപ്രഹെൻസീവായിട്ടുള്ള അടിപൊളി വിജയം. ഇതുപോലെ വിജയം നടക്കട്ടെ. ഇനി അടുത്ത മത്സരങ്ങൾ എനിക്ക് തോന്നുന്നത് ഡൽഹി ആയിട്ട് കളി, പിന്നെ RCB ആയിട്ടൊരു കളിയുണ്ട്. അപ്പോൾ കളികൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വിജയം എന്തായാലും ബൂസ്റ്റായിരിക്കും.